നിയ, ഇതാ ഞാൻ പറയാറുള്ള പ്രശാന്ത്. ഹായ് നിയ, നല്ല പേര്. ഒരുപാട് നന്ദിയുണ്ട് മോനെ. പുറത്തിറങ്ങാതെ മരണവും കാത്തു കിടക്കുകയായിരുന്നു എൻ്റെ മോൻ. നീയാണ് അവന് ജീവിക്കാനുള്ള ശക്തി നൽകിയത്. ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ ചേട്ടനൊന്ന് ചിരിക്കുന്നത് ഇപ്പോഴാ. നാളെ ഓരോ പട്ടാളക്കാരനും ഇങ്ങനൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് രാജ്യസ്നേഹത്തിന്റെ അടയാളങ്ങളാണ് അല്ലേ സാർ? ஸ்டார்ட் பண்ணியாச்சா? എന്ത്? അല്ല, ഇവർക്ക് പോகிறதுக்கு വണ്ടി സ്റ്റാർട്ട് பண்ணியாச்சா? അത് താൻ കേട്ടത്. എന്നാ ചെന്നോളൂ അമ്മേ. ശരി മോനെ, വാ. டேய், அவ ரொம்ப அழகா இருக்கு. லவ் ஸ்டார்ட் பண்ணியாச்சா? അവൾ ആ കാറിൽ കയറുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കിയാൽ திரும்பி பார்த்தா ഞാൻ സ്റ്റാർട്ട് പണിടുവേ. என்னது? ലവ്. ஆ, லவ்வா? இப்ப எல்லாம் முடிஞ்சாச்சுல்லே? ഇല്ല, അവൾ നോക്കിയിരുന്നെങ്കിൽ ലവ് സ്റ്റാർട്ട് പണിയെടുത്ത്. ആനാ അവൾ നോക്കാതിരുന്നപ്പോ ലൈഫേ സ്റ്റാർട്ട് പണിയാച്ച്. டேய், லைஃபா? ആമാ. ദാ, അച്ഛന്റെ അമ്മയുടെ ഫോട്ടോയുടെ കൂടെ ഇത് കൂടി വെക്കണം. എന്തിന്? എപ്പോഴും എന്നെ ഓർക്കാൻ. പക്ഷെ നീയാ ഫോട്ടോ കൊള്ളില്ല. ഏ, കൊള്ളില്ലേ? എന്നാ മേടിക്കണ്ട. ഏയ് നീയാ നിക്ക്. ഇല്ല, നീയാ നിക്കില്ല. നിക്കുന്നേ. എന്താ? താങ്ക്സ്. എന്തിന്? ചോദിക്കാതെ തന്നെ ഫോട്ടോ വന്നതിന്. പോവിടുന്ന്. എടാ, നീ പാടാൻ പോവാണോ? एक पल का जीना फिर तो ये जाना तौफा का लेके जाइए बिल्ली ये बताना अरे क्या कर रहे हो भाई? आए दे हम നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ പാടി കൊളവാക്കേ. ഇന്നെന്താ പ്രത്യേകത? ഇത് നമ്മൾ എന്നും സഹിക്കുന്നതല്ലേ? ഡേ, ഇന്ന് ജീവയുടെ ബർത്ത്ഡേ. ആഹാ, हाँ, पैसा खर्चा हो गया, ये सोच के नहीं बताया ना. അല്ലടാ, ഇതിലെന്നെ പുതുമേ? ഇത് എല്ലാ വർഷവും വരുന്നതല്ലേ? അങ്ങനെ പറയരുത്, നമ്മളൊരു കുടുംബമല്ലേ, ഇതൊക്കെ ഒരു വിശേഷമല്ലേടാ. ஓகே, സോറിടാ, വെരി വെരി സോറി. ഇന്നേക്ക് എന്നോട് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ജീവ. हैप्पी बर्थडे. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യുടാ. हैप्पी ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോ ഇനി കേക്ക് മുറിക്കാം. ഇത് കേക്കാ? ആ, ഇതൊക്കെ ഉള്ളൂ സെറ്റ്. ഓക്കെ, കൊഞ്ചം പിടിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി പ്രശാന്തേ, ബർത്ത്ഡേ ടു ഞാൻ യു. ഗിഫ്റ്റ് ഒന്നും എടുത്ത് കൊടുത്തേ. ഹാപ്പി ഗിഫ്റ്റാ? ബർത്ത്ഡേ. എന്നെ ഗിഫ്റ്റ്? ആ, തിരുടൻ, അത് കാതൽ തിരുടൻ. ആരോടും പറയാതെ മറച്ചു വെച്ചു അല്ലേ? എടാ ജീവ, കാതൽ മന്ന അവളെ ஞாபகம் வந்திருக்கா? അമ്മേ, ഞാൻ നാളെ നാട്ടിലേക്ക് പോവാ. പോയിട്ട് നീ എന്നാ തിരിച്ചു വരുന്നേ? 10 ദിവസം കഴിഞ്ഞ്. വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. ശരി അമ്മേ. എൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞതാ ഇത്തവണ സാബിനെയും കൂട്ടണമെന്ന്. ട്രീറ്റ്മെന്റ് കഴിയാത്തത് കൊണ്ടാ. ഉറപ്പായി അടുത്ത തവണ ഞാൻ വരും. എനിക്ക് കാണണം നിന്റെ അമ്മയും അച്ഛനെയും, പിന്നെ നിന്റെ ഗ്രാമവും. പോട്ടെ. ഉം. ഹേ പ്രശാന്ത്, ഒന്ന് നിക്ക്. നിക്കാൻ നിക്ക്. വേഗം വരില്ലേ? വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അതെന്താ? എൻ്റെ ഹൃദയം ഇവിടെയല്ലേ. എന്നെ കുറിച്ച് അമ്മയോട് പറയോ? പറയുക മാത്രമല്ല, സമ്മതവും വാങ്ങും. എന്തിന്? നമ്മുടെ വിവാഹത്തിന്.
ഇതെപ്പോ വെച്ചു? ബോക്സോ? സെക്കൻഡ് ഹാൻഡ് കിട്ടിയപ്പോ വാങ്ങിയതാ. കൊള്ളാവോ? പിന്നെന്താ? ഈ പാട്ടൊക്കെ അച്ഛന്റെ സെലക്ഷൻ ആണോ? ഇപ്പൊ ടൈറ്റ് കോമ്പറ്റീഷനാ. ഓട്ടോ ഓട്ടിക്കുന്ന ന്യൂ ജനറേഷനോട് പിടിച്ചിരിക്കണമെങ്കിൽ ഇപ്പൊ ഇതൊക്കെ വേണം. ഹർത്താലിന് രക്ഷപ്പെടാൻ വേണ്ടിയ ഊടുവഴി കൂടെ വന്നു. പ്രശ്നമാവൂ. വാടകയ്ക്കുള്ള ഓട്ടോ അല്ല, ഇതെന്റെ മോനാ. പട്ടാളത്തിലാ. അവനെ കൂട്ടാൻ പോയതാ. പട്ടാളം അതിനും പോലീസ് ഞങ്ങൾക്ക് പുല്ല. വണ്ടിയുടെ കാര്യം എന്താ? അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാത്തൊരു പ്രസ്ഥാനം. ഹർത്താലാണിത് ഹർത്താല്. ഞങ്ങൾ നടത്തും ഹർത്താല്. പ്രസ്ഥാനം ഈ വേണ്ടിയല്ലേ അതിർത്തിയിൽ നിന്നെ പോലുള്ളൊരു ജീവൻ പടയം വെച്ച് കാവൽ നിൽക്കുന്നത്. അത് ഓർക്കുമ്പോഴാ. പോട്ടച്ചാ, സാരമില്ല. ഇനിയിപ്പോ നമ്മളെങ്ങനെ പോവും? സ്റ്റെപ്പിനി ഉണ്ട്. അവർക്കൊക്കെ ശക്തിയുള്ളൂ, ബുദ്ധിയില്ല. എത്തിയോ? അപ്പൊ ഇന്ന് രാത്രി ആഘോഷമാണല്ലേ മുത്തച്ഛ? നിനക്കും കിട്ടും മിലിറ്ററി കോട്ട. അത് പോട്ടെ, എന്തിനാ മുത്തച്ഛ രണ്ടു പൊള്ളി വിൽക്കുന്നേ? അതുകൂടാൻ കഴിച്ചൂടെ? ഡാ, ഈ ദിവസം എന്നേക്കാൾ കൂടുതൽ ഓർക്കുന്നവരാ ഈ നാട്ടുകാർ. ഞാനൊരു പട്ടാളക്കാരനാണെന്ന് അവരെങ്കിലും ഓർക്കട്ടടാ. റിട്ടയർ ചെയ്ത് നാട്ടിൽ വരുന്ന പട്ടാളക്കാരന് ആരും ഒരു വിലയും നൽകില്ല. മഞ്ഞത്തും പൊരി വെയിലത്തും രാജ്യത്തിന് കാവൽ നിൽക്കുമ്പോൾ പട്ടാളക്കാരന് ആകാശത്തോളം ഉയരവും ഭൂമിയോളം വണ്ണവും ഉണ്ടെന്ന് തോന്നും. എന്നാൽ തിരികെ നാട്ടിൽ വന്നാൽ നമ്മെ അന്വേഷിച്ച ആളുകൾ വരും. വല്ല കടകൾക്കും കാവൽ നിൽക്കുമോ എന്ന് ചോദിക്കാം. ചിലപ്പോ ഈ ചിന്തകൾ മറക്കാനാവും റിട്ടയർഡ് ആയവർക്ക് സർക്കാർ കുപ്പി കൊടുക്കുന്നത്. അവിടെ പരിപാടി തുടങ്ങി. വൈകാൽ ഇപ്പൊ തുടങ്ങും. അച്ഛന്റെ വിളി കഴിഞ്ഞു. ഒരു പാത്രം ഇങ്ങെടുക്ക്. ഇതാ പാത്രം. അമ്മായി കഴിഞ്ഞില്ലേ? ബീഫ് റെഡി. നീ ഒന്ന് തിന്നു നോക്കിക്കേ. ചൂടാടാ. അമ്മായി കൊടുകൈ സൂപ്പർ. നാത്തൂനെ കണ്ട് പഠിക്കാൻ നോക്കും. പോടയർക്കാ, നീ അങ്ങനെ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനൊന്നും നോക്കണ്ട. വേഗം ചെല്ല്, അല്ലേ മുത്തച്ഛന്റെ ക്ഷമ നശിക്കും. അതെ, പോകുന്നതൊക്കെ കൊള്ളാം. അത് അവിടെ വെച്ചിട്ടെങ്കിൽ പോന്നേക്കണം. അവിടെ നിക്കണ്ട. ഓ ഉത്തരവേ. ചെല്ല്. ഒരു നല്ല ദിവസമായിട്ട് എന്തുവാടി ഇത്ര താമസം? എടാ മുകുന്ദ, എന്താ അച്ഛാ? നിന്നെ ഞാനല്ലടാ ഐശ്വര്യമായിട്ട് കുടിക്കാൻ പഠിപ്പിച്ച് ആണല്ലോ. എന്നിട്ട് നീ അത് നിന്റെ മോനെ പഠിപ്പിച്ചില്ലല്ലോടാ. അത് കൊള്ളാം. അച്ഛൻ്റെ മോനെ വടക്കാക്കിയതുപോലെ ഞാൻ എൻ്റെ മോനെ വടക്കാക്കാൻ പറ്റുമോ? അവൻ എൻ്റെ തങ്കവാ, തങ്കം. അങ്ങനെ പറയരുത്. ഇവിടെ ഇപ്പൊ അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കാൻ പറ്റില്ല. ഇന്നിവിടെ എന്തെങ്കിലും അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുത്തച്ഛ വേണ്ട, വിട്ടേക്ക്, പാവോ. എന്റെ മോനെ വേണ്ടി വന്നാ ഞാൻ തല്ലും. അത് ചോദിക്കാൻ നീ ആരടാ? ഇപ്പൊ എന്റെ നേർക്കായോ? അത് തന്നെ ഡാ, എന്റെ അച്ഛനെ ചിലപ്പോ എന്നെ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ നീ ആരടാ? ഞങ്ങൾ അച്ഛനും മോനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നീ എടുക്ക. എന്നാ വാ, അച്ഛനും മോനും ഒരു കൈ നോക്കാം. എടാ കൊച്ചുമോനെ, നീ ഒളിച്ചിരുന്ന് കുടിക്കുന്നത് ഞാനും ഇവനെ കാണാറുണ്ട്. എന്നാ അത് നേരിട്ട് കാണാൻ വേണ്ടി ഞാനും അച്ഛനും കൂടെ ഒരുക്കിയ നാടകമാടാ ഇത്. കൊച്ചുമോനെ അല്ല, നീ കുടിക്കുവോ? അയ്യോ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. നിക്കണ അവിടെ. ഇല്ല, ഞാൻ മടലെടുത്തെറിയും.